സോ ഇൻസൈഡർ ഔട്ട്സൈഡർ തിയറി. ഈ ഇൻസൈഡർ ഔട്ട്സൈഡർ തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട ആശയം എന്താന്ന് വെച്ചാൽ ലേബർ യൂണിയൻസ് അഥവാ ട്രേഡ് യൂണിയൻസിന്റെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ് ഈ ഒരു തിയറിയുടെ പ്രധാന ആശയം എന്ന് പറയുമ്പോൾ. നമ്മുടെ ആദ്യത്തെ പോയിന്റ്, അക്കോർഡിംഗ് ടു ദിസ് തിയറി ലേബർ യൂണിയൻസ് ഓൾവേസ് ട്രൈ ടു ഇൻക്രീസ് ദ വേജസ് ഓഫ് യൂണിയൻ മെമ്പേഴ്സ്. നമുക്കറിയാം ലേബർ യൂണിയൻ അഥവാ ട്രേഡ് യൂണിയൻ അവര് എന്താണ്, അവരുടെ യൂണിയൻ മെമ്പേഴ്സിന്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഒരു സംഘടന തന്നെയാണ് എന്തെന്ന് പറയുന്നത് ലേബർ യൂണിയൻ എന്ന് പറയുമ്പോൾ. അപ്പൊ ലേബർ യൂണിയൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ട്രൈ ചെയ്യുന്ന കാര്യം എന്താണ്, അവരുടെ യൂണിയൻ മെമ്പേഴ്സിന്റെ വേജസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അവർ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. സോ വെൻ ദ യൂണിയൻ വേജ് എക്സീഡ്സ് ദ ഇക്വിലിബ്രിയം വേജ് അൺഎംപ്ലോയ്മെന്റ് എക്സിസ്റ്റ്. ദർ വിൽ ബി എ ഗ്യാപ്പ് ബിറ്റ്വീൻ മിനിമം വേജ് ആൻഡ് ഇക്വിലിബ്രിയം വേജ്. നമുക്കറിയാം ഇതാണ് നമ്മുടെ വേജ് എംപ്ലോയ്മെന്റ്. ഓക്കെ, ഈ വേജ് എംപ്ലോയ്മെന്റിനേക്കാളും കൂടുതലായി മിനിമം വേജ് ആകുമ്പോഴത്തേനും അവിടെ എന്തുണ്ടാകുന്നു, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നു. സോ നമുക്കിവിടെ കാണാം ദർ ഇസ് എ ഗ്യാപ്പ്, റൈറ്റ്? ഇവിടെ നമുക്ക് മിനിമം വേജ് ആണ് ഉള്ളത്. മിനിമം വേജ് ആണ് നമ്മുടെ വേജ് എംപ്ലോയ്മെന്റിനേക്കാളും കൂടുതലായി മിനിമം വേജ് ആകുമ്പോൾ അവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നു. നമുക്ക് ഇവിടെ കാണാം അല്ലെ, ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ മിനിമം വേജ് ആൻഡ് ദ ഇക്വിലിബ്രിയം വേജ്. അവിടെ എന്തുണ്ടാകുന്നു, അവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നു. ഇൻ ദിസ് കേസ് ദ ഫേംസ് cannot cut wages, instead they fire employees from the workplace. ഈ ഒരു സാഹചര്യത്തില് ഫേംസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് വേജസ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്, അവിടെ ട്രേഡ് യൂണിയൻസിന്റെ അല്ലെങ്കിൽ ലേബർ യൂണിയൻസിന്റെ സമ്മർദ്ദം അവർക്കുണ്ട്. അത് കാരണം തന്നെ അവർക്ക് വേജസ് അവിടെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും, ഈ എംപ്ലോയീസിനെ അവരുടെ വർക്ക് പ്ലേസിൽ നിന്നും പിരിച്ചുവിടുക എന്നുള്ളത്. കാരണം ഇവരുടെ വേജസ് അവിടെ കൂട്ടിക്കൊണ്ടിരുന്നാല് അവിടെ ആർക്കാണ് നഷ്ടം, ഫേംസിന് തന്നെയാണ് നഷ്ടം അല്ലേ. അപ്പൊ അങ്ങനെ നഷ്ടം വരുമ്പോൾ എന്താണ്, അവർക്ക് കൂടുതലായിട്ട് അവിടെ കോസ്റ്റ് ആകുകയാണ്. അപ്പൊ അവർക്ക് അവിടെ ആകെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ പിരിച്ചുവിടുക എന്നുള്ളതാണ്. അവർക്ക് വേജസ് കുറയ്ക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ എന്താണ് ലേബർ യൂണിയന്റെ സമ്മർദ്ദം ഉള്ളത് കാരണം അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആകെ അവിടെ ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ അവരെ പിരിച്ചുവിടുക എന്നുള്ളതാണ്. പിരിച്ചുവിട്ടില്ലെങ്കിൽ എന്താണ്, ഫേംസിന് അവിടെ ഒരുപാട് കോസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ വർക്കേഴ്സിനെ പിരിച്ചുവിട്ടപ്പോൾ അതിന്റെ ഫലമായി ആസ് എ റിസൾട്ട് ദ ഡിമാൻഡ് ഫോർ ലേബർ ഡിക്രീസസ്. എന്താണ്, അവിടെ ലേബറിന്റെ ഡിമാൻഡ് അവിടെ കുറഞ്ഞു. കാരണം മുതലാളിമാർ എന്താണ്, വർക്കേഴ്സിനെ അവരെ പിരിച്ചുവിടുന്നു. അപ്പൊ അവിടെ ലേബറിന്റെ ഒരു ആവശ്യമില്ല. അപ്പൊ അവിടെ എന്താണ്, ലേബർ കുറയുന്നു. ആൻഡ് ദ ഫയർഡ് ലേബർ ജോയിൻ ദ സപ്ലൈ ഓഫ് ലേബർ സൈഡ്. അപ്പൊ ആ തൊഴിലില്ലാത്തവര് അവരെന്താകുന്നു, അവര് ജോബ് സീക്കേഴ്സായി മാറുന്നു. ദിസ് ഇൻക്രീസ് ദ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഇതെന്ത് കൂട്ടുന്നു, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് കൂട്ടുന്നു. എന്താണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ഥാപനത്തില് ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ച് എന്താണ്, അവിടെ വേജസ് കൂടുകയും കുറച്ച് ആളുകൾ അൺഎംപ്ലോയിഡ് ആകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. The unemployment is caused by the conflict between different workers and they are the insiders and the outsiders. ഇവിടെ അൺഎംപ്ലോയ്മെന്റ് എന്ത് കാരണമാണ് സംഭവിച്ചത്, ഡിഫറെന്റ് വർക്കേഴ്സ്, പല വർക്കേഴ്സ് തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് മൂലമാണ്. ആ ഡിഫറെന്റ് വർക്കേഴ്സ് ആരാണ്, they are the insiders and the outsiders. ഇനി ഇൻസൈഡേഴ്സും ഔട്ട്സൈഡേഴ്സും എന്താ നോക്കാം. ഇൻസൈഡേഴ്സ് എന്ന് വെച്ചാൽ ആരാണ്, എംപ്ലോയിഡ് യൂണിയൻ വർക്കേഴ്സ് ഹൂസ് ഇൻട്രസ്റ്റ് ഇസ് ടു കീപ് വേജ് ഹൈ. ഇൻസൈഡേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് തൊഴിലുള്ള ആ യൂണിയൻ വർക്കേഴ്സിനെയാണ് നമ്മൾ ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ അവർക്ക് എന്താണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, വേജ് കൂടിയിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഇൻട്രസ്റ്റ്. എന്നാൽ ഔട്ട്സൈഡേഴ്സ് എന്ന് വെച്ചാൽ അൺഎംപ്ലോയിഡ് യൂണിയൻ വർക്കേഴ്സ് ആൻഡ് ദേ പ്രിഫർ വേജസ് ടു ബി ലോവർ. എന്ത് കാരണമാണ്, ഇവിടെ ഔട്ട്സൈഡേഴ്സ് എന്ന് വെച്ചാൽ അൺഎംപ്ലോയിഡ്, തൊഴിലില്ലാത്ത വർക്കേഴ്സ്, തൊഴിലില്ലാത്ത യൂണിയൻ വർക്കേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അവർക്ക് എന്താണ്, അവർക്ക് വേജസ് അവിടെ കുറയാണ്. അവിടെ വേജസ് കുറഞ്ഞാലേ അവിടെ ഡിമാൻഡ് ഫോർ ലേബർ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ലേബറിന് അവിടെ ഡിമാൻഡ് ഉണ്ടായാലേ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഓൾസോ അവിടെ കൂടത്തുള്ളൂ. അപ്പം
ഈ ഇൻസൈഡേഴ്സും ഔട്ട്സൈഡേഴ്സും, ഔട്ട്സൈഡേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, തൊഴിലില്ലാത്തത്. ഇൻസൈഡേഴ്സ് തൊഴിലുള്ള അവിടുത്തെ എംപ്ലോയീസ് ആണ്, യൂണിയൻ വർക്കേഴ്സ് ആണ്. അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, വേജ് ഹൈ ആയി ഇരിക്കുക എന്നുള്ളത്. അപ്പം ഈ ഇൻസൈഡേഴ്സിന്റെയും ഔട്ട്സൈഡേഴ്സിന്റെയും കോൺഫ്ലിക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഇൻസൈഡർ ഔട്ട്സൈഡർ തിയറി അഥവാ ഇൻസൈഡർ ഔട്ട്സൈഡർ മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ്, വേജസ് ഓഫ് ദ വർക്കേഴ്സ് ആർ ഡിറ്റർമൈൻഡ് നോട്ട് ബൈ ദ ഇക്വിലിബ്രിയം ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓഫ് ലേബർ ബട്ട് ബൈ ദ ബാർഗെയിനിങ് ബിറ്റ്വീൻ ട്രേഡ് യൂണിയൻസ് ആൻഡ് ഫേം മാനേജ്മെന്റ്. നമ്മൾ ആദ്യമേ കണ്ടായിരുന്നല്ലേ അവിടെ ലേബർ സപ്ലൈയും ഡിമാൻഡും. അപ്പം വർക്കേഴ്സിന്റെ വേജസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഇക്വിലിബ്രിയം ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓഫ് ലേബർ അല്ല, മറിച്ച് അവിടെ ട്രേഡ് യൂണിയൻസും ഫേം മാനേജ്മെന്റും നടക്കുന്ന ബാർഗെയിനിങ് ആണ്. നമ്മൾ അവിടെ ഒരു ഗ്യാപ്പ് കണ്ടായിരുന്നല്ലേ. അപ്പൊ അവിടെ എന്തുണ്ടാകുന്നു, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നു എല്ലാം നമ്മൾ കണ്ടു. അപ്പൊ അവിടെ വർക്കേഴ്സിന്റെ വേജസ് അവിടെ ആരാണ് ഡിറ്റർമൈൻഡ് ശരിക്കും ചെയ്യുന്നത്, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ട്രേഡ് യൂണിയൻസ് ആൻഡ് ഫേം മാനേജ്മെന്റ്. ട്രേഡ് യൂണിയൻസ് ഓൺലി തിങ്ക് അബൌട്ട് ദി ഇൻക്രീസിംഗ് വേജസ് ഓഫ് ട്രേഡ് യൂണിയൻ മെമ്പേഴ്സ്. They do not take into account the after effects caused by this, and this is the concept of insider-outsider theory. ട്രേഡ് യൂണിയൻസ് അവരെപ്പോഴും എന്താണ് ആലോചിക്കുന്നത്, അവരുടെ യൂണിയൻ മെമ്പേഴ്സിന്റെ വേജ് കൂട്ടുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന്, ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇതിന്റെ എന്താണ് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. ഇതിനെയാണ് നമ്മൾ, ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻസൈഡർ ഔട്ട്സൈഡർ തിയറി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാകാം, എക്സ് ആക്സിസിൽ ലേബറും വൈ ആക്സിസിൽ വേജും, ഇവിടെ ലേബർ സപ്ലൈയും ഡിമാൻഡ് ഫോർ ലേബറും ഉണ്ട്. അപ്പോ ഇവിടെ വേജ് എംപ്ലോയ്മെന്റിനേക്കാളും കൂടുതലായിട്ട് മിനിമം വേജ് ഉയർന്നപ്പോ അവിടെ എന്തുണ്ടായി, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി. അവിടെ എന്ത് കാരണമാണ്, ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇക്വിലിബ്രിയം വേജ് ആൻഡ് മിനിമം വേജ്. അവിടെ എന്താണ്, ബാർഗെയിനിങ് ബിറ്റ്വീൻ ട്രേഡ് യൂണിയൻ ആൻഡ് ഫേം മാനേജ്മെന്റ്. അവിടെ ഫോഴ്സ്ഫുള്ളി വേജസ് കൂട്ടാനായിട്ട് നോക്കിയപ്പോൾ അവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, വർക്കേഴ്സ് എംപ്ലോയിഡ് ആദ്യമേ ഇത്രയും ആയിരുന്നു, പക്ഷെ അവിടെ ഒരു ബാർഗെയിനിങ് ഉണ്ടായപ്പോ അവിടെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ട്. വർക്കേഴ്സ് വില്ലിംഗ് ടു വർക്ക് ആണ് ഇത്രയും, പക്ഷെ അവിടെ ബാർഗെയിനിങ് ഉണ്ടായപ്പോൾ ഇത്രമാത്രം അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ഇൻസൈഡർ ഔട്ട്സൈഡർ തിയറി മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ ഇൻസൈഡർ ഔട്ട്സൈഡർ തമ്മിലുള്ള, തൊഴിലുള്ള ആളുകളും തൊഴിലാത്ത ആളുകളും തമ്മിൽ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അവിടെ ലേബർ യൂണിയന്റെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇൻസൈഡർ ഔട്ട്സൈഡർ തിയറി എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഇതാണ് ബേസിക്കലി ഇൻസൈഡർ ഔട്ട്സൈഡർ തിയറി എന്ന് പറയുമ്പോൾ.